1964 മെയ് 31 വടശ്ശേരി ദാമോദരൻ സതീശൻ ജനിച്ചു. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ വി.ഡി. സതീശൻ. കേരള നിയമസഭയിലെ 11ാമത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അംഗമാണ്. 2001 മുതൽ പറവൂർ നിയമസഭയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പി രാജു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമി. 2001 മുമ്പ് വരെ അദ്ദേഹത്തിന് അവിടെ പറവൂർ CPIയുടെ ഒരു മണ്ഡലമാണ്. എല്ലാ കാലത്തും അദ്ദേഹം നിയമ ബിരുദം പഠിച്ചിട്ടുള്ള ആളാണ്. മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണ്. ദാമോദര മേനോൻ്റെയും വിലാസിനി അമ്മയുടെയും മകനാണ്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലും കൊച്ചിൻ ലാ അക്കാഡമിയിലും ലാ കോളേജിലും തിരുവനന്തപുരം ലാ കോളേജിലും ഒക്കെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. അദ്ദേഹം നിയമസഭയിലെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ ഒരു നായർ കുടുംബത്തിലാണ്. ദാമോദര മേനോൻ്റെ വിലാസിനമ്മയുടെ മകനായിട്ടാണ് സതീശൻ ജനിച്ചത്. ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം തേവര ഞാൻ ഈ പറഞ്ഞ കോളേജുകളിൽ നിന്നെല്ലാം പഠിച്ചിറങ്ങി 10 വർഷക്കാലം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ആർ ലക്ഷ്മി എന്ന് വിവാഹം ചെയ്തു. ഉണ്ണിമായ എന്നൊരു മകളുണ്ട്. 86-87 കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ്റെ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. NSU KSUവിൻ്റെ അഖിലേന്ത്യാ സംഘടന. 96 കേരള നിയമസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ പി രാജുവിനോട്, CPIയിലെ പി രാജുവിനോട് പരാജയപ്പെട്ടു. അതിനുശേഷം എന്നാൽ പറവൂർ അദ്ദേഹം വിട്ടില്ല, വീണ്ടും അവിടെ തുടർന്നു. കേരള ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത് 2000 സതീശൻ ആദ്യമായി നിയമസഭയിൽ തിരഞ്ഞെടുത്തു. പിന്നെ തുടർച്ചയായി 4 പ്രാവശ്യവും സതീശൻ തന്നെയാണ് വരുന്നത്. 2006 തിരഞ്ഞെടുത്തു, പിന്നെ 11 തിരഞ്ഞെടുത്തു, പിന്നെ അങ്ങനെ 16 തുടർന്ന് വരുന്നു. പന്ന്യൻ രവീന്ദ്രനെ അതിനുശേഷം MK ദിനകരനെ തോൽപ്പിച്ചു, പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചു, ശാരദാ മോഹനെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായി, പിന്നെ നിക്സനെ തോൽപ്പിച്ചു. അങ്ങനെ പറവൂരിൽ ആരെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവരെല്ലാം തോൽപ്പിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായി 2021 തിരഞ്ഞെടുത്തു. 15ാം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം വന്നു. നമ്മൾ ഇന്നലെ പിണറായി വിജയനെ പരിചയപ്പെടുത്തി. ഇനിയിപ്പോൾ അടുത്ത നാളെ രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തി. പ്രമുഖ നേതാക്കളെ, എല്ലാ പാർട്ടിയിലെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഘടകകക്ഷി നേതാക്കളുടെയും പ്രമുഖരെ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ ഇപ്പോൾ കേരളത്തിൽ ഒരു പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കൊല്ലം ജില്ലയിലോട്ട് കയറിയിട്ടുണ്ട്. വലിയ ആവേശമാണ് പുതുയുഗ യാത്ര ഉണ്ടാക്കുന്നത്. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹെൽത്ത് കോൺക്ലേവ് നടത്തി, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, ഒത്തിരി ആശയങ്ങൾ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ നവകേരള യാത്രയും വികസന മുന്നേറ്റ യാത്രയൊക്കെ നടത്തിയതുപോലല്ല, സാധാരണക്കാരുടെ, പാവങ്ങളുടെ, പട്ടിണിപ്പാവങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുന്നു. അതേസമയം നവകേരള സദസ്സൊക്കെ ആരായിരുന്നു? ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള, സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന വലിയ സമ്പന്നരെ വിളിച്ചിരുത്തി അവരെ കൂടെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഉച്ചഭക്ഷണവും കഴിച്ച് കൂടുതൽ ഖജനാവിൻ്റെ പണം കളഞ്ഞതാണ് പിണറായി വിജയൻ ചെയ്തതെങ്കിൽ, ഇത് വളരെ സാധാരണക്കാരുടെ, കോളനിയിൽ കിടക്കുന്നവരുടെ, പട്ടിണിപ്പാവങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളവരുടെ, വനിതകളുടെ, കുട്ടികളുടെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള വളരെ മനോഹരമായ ഒരു പുതിയ യാത്രയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് അടുത്ത ദിവസങ്ങളിലെത്തും. വലിയ ചലനമാണ് വി.ഡി. സതീശൻ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയാണ് ശരിക്കും പറഞ്ഞ പ്രതിപക്ഷ നേതാവിൽ ഒരുപാട് വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും അത്രമാത്രം വിഷയങ്ങൾ വി.ഡി. സതീശൻ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് കുറച്ചുകൂടി ഉന്നതമായ നിലയിലേക്ക് അദ്ദേഹം ഉയരുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഓരോ പ്രവർത്തികൾക്കും, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയും വളരെ തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. PV അൻവറിനെ ഇപ്പോൾ PV അൻവർ കൂടെ ഉണ്ട്, പക്ഷേ നേരത്തെ എടുക്കണോ വേണ്ടേ എന്നുള്ള സംബന്ധിച്ച് ഒരു വിലപേശൽ വന്നപ്പോൾ അങ്ങനെ ഒരു വിലപേശലിലൂടെ PV അൻവറിന് ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു നിലപാടെടുത്തതും, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഒരുപാട് നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവായി അദ്ദേഹം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് 64 ആണെങ്കിൽ ഏകദേശം 62-63 വയസ്സേ ആകുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ്, രമേശ് ചെന്നിത്തലയേക്കാൾ ചെറുപ്പമാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് മന്ത്രിസഭ UDF വരികയും ഇപ്പോൾ 80 മുതൽ 85 സീറ്റ് വരെ UDF അധികാരത്തിൽ വരുമെന്നാണ് ഇന്നലെ വന്നിട്ടുള്ള സർവേ വരെ പറയുന്നത്. അപ്പോൾ എല്ലാ സർവേകളും അങ്ങനെ പറയുമ്പോൾ അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ആ മന്ത്രിസഭയിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞ രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കും. അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ അവർ ചർച്ച ചെയ്യണം. 2.5 വർഷം കൊടുക്കുമോ, അതെല്ലാം അവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആഭ്യന്തര വിഷയമാണ്. നമുക്കതിന് അഭിപ്രായമില്ല. എന്തായാലും വി.ഡി. സതീശൻ പിന്നെ ഇതിനിടയിൽ അദ്ദേഹം ഹരിത രാഷ്ട്രീയം ഒരു കാലഘട്ടത്തിൽ ഈ
അതൊരു ചെറിയ ടീമിനെ യുവാക്കളായ MLA മാരെ എല്ലാം കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ഹരിത രാഷ്ട്രീയം അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ശ്രമം നടന്നു. പിന്നെ അത് കൊണ്ടുപോയില്ല മുമ്പോട്ട്, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനകത്ത് ചില പരാതികളും സസ്റ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ഒരു 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 എന്താണ് ഒരു ഒരു തട്ടിപ്പാണോ അല്ലെങ്കിൽ ഒരു ഒരു ഒൺ ടൈമിലേക്ക് പറഞ്ഞതാണോ എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടായി. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇനി അധികാരത്തിൽ വരുമ്പോൾ കൊണ്ടുപോകുമോ ഇല്ലേ എന്നറിയത്തില്ല. പരിസ്ഥിതിയെ സംരക്ഷിക്കുമോ, പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം ഇന്നലെ കൊല്ലത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ആദ്യമായി കേൾക്കുന്നത് പരമ്പരാഗത വ്യവസായങ്ങളെ സഹായിക്കുമെന്ന് കേൾക്കുന്നത് VD സതീശനിൽ നിന്നാണ്. ബാക്കി എല്ലാവരും സിംഗപ്പൂരാക്കുക, മലേഷ്യ ആക്കുക, ലോകത്തിൻ്റെ വലിയ സംവിധാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളായ ദരിദ്രരായ പിന്നെ കയർ തൊഴിലാളി, കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി തുടങ്ങിയ വളരെ സാധാരണ ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പരിവട്ടത്തെക്കുറിച്ചും വേദനയോടുകൂടി സംസാരിച്ച് കേൾക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു നേതാവ് വരുന്നു എന്നുള്ളത് വളരെ ആശാവഹമാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ച് പിണറായി ക്യാപ്റ്റനാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് ഒരു ക്യാപ്റ്റൻ പദവിയിലേക്ക് തന്നെ VD സതീശൻ ഉയരുകയാണ്. ഇതിനിടയിലാണ് പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഉമാ തോമസിനെ ജയിപ്പിച്ചതിന് ശേഷം അന്ന് ഇലക്ഷൻ മാനേജരായിരുന്നു അവിടുത്തെ. അദ്ദേഹം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന് സഹപ്രവർത്തകർ വിളിച്ച് മാലയൊക്കെ ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനല്ല, എല്ലാവരും ഈ പാർട്ടിയിൽ ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയരുന്നില്ല. പക്ഷേ അങ്ങനെ ഉയർന്നാൽ പണി കിട്ടുകയും ചെയ്യും. കോൺഗ്രസ്സാണ് പാർട്ടി, ഇടതുപക്ഷമല്ല. എന്തായാലും ആ ഒരു പദവിയും കപ്പിത്താൻ, ക്യാപ്റ്റൻ, കാരണഭൂതൻ പദവികളൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നു രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, പലതരത്തിൽ പറഞ്ഞു. ഇതിനിടയിൽ മലയാള മനോരമയുടെ വാർത്താ താരത്തിനുള്ള അവാർഡ് കിട്ടി. അങ്ങനെ എല്ലാ തരത്തിലും VD സതീശൻ്റെ ഒരു ജാതകം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ജനങ്ങൾ വോട്ട് ചെയ്താൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. നേരത്തെ KC വേണുഗോപാലിൻ്റെ പേര് കേട്ടിരുന്നു, പക്ഷേ KC ഇപ്പോൾ മത്സരിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയാണ് ഇനി ഏകമുള്ള വലിയ നേതാവ്. അപ്പോൾ അത് എന്ത് സംഭവിക്കുമെന്നറിയില്ല. വളരെ സീനിയർ നേതാക്കളായിട്ടുള്ള അതിനകത്ത് രസകരമായ കാര്യം, MM ഹസൻ മത്സരിക്കുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ, പിന്നെ K മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ മത്സരിക്കുമ്പോൾ VD സതീശനേക്കാൾ പ്രായം കൂടിയ ആളുകളായിരിക്കും VD സതീശൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്നുള്ള രസകരമായ ഒരു കാഴ്ചയും നമ്മൾ കാണാനിരിക്കുന്നു. എന്തായാലും VD സതീശൻ വളരെ കൃത്യമായി ഒരു നേതാവായി വളർന്നു കഴിഞ്ഞു. നല്ല നിലപാടുകളുള്ള ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നതൊക്കെ വളരെ മനോഹരമാണ്. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു കരുതലുണ്ട്, ഒരു കൺസേൺ ഉണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായും ഒരവസരം കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. 2 വർഷം ടേം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ എങ്ങനെ ഇരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. അവസാനം ജനങ്ങളുടെ ഒരു നല്ല ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത്. ആ സമയത്ത് VD സതീശൻ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഒരു പരീക്ഷണം കൂടി നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാ പ്രീ പോളുകളും പറയുന്നതനുസരിച്ച് UDF ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ VD സതീശനായിരിക്കുമോ മുഖ്യമന്ത്രി? എങ്കിൽ എങ്ങനെയിരിക്കും?